പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പി കണ്ടിട്ടൊന്ന്. ആദ്യമൊക്കെ ഞാൻ ഗോതമ്പ് മാവ് വെള്ളം മുട്ടയും കൂടെ മിക്സ് ചെയ്ത് കണ്ടാണ് കേട്ടോ ദോശ ചുട്ടിരുന്നത്. ഇപ്പം ഞാൻ അതൊന്ന് മാറ്റി പിടിച്ചു. കാണാനൊരു ലുക്കാണ്, കഴിക്കാനും വേറെ എന്തോ ഒരു ഇൻട്രസ്റ്റാണ്. സംഭവം എന്നും കഴിക്കുന്ന ദോശ തന്നെയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കഴിക്കാനൊന്നും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ദോശ ചുടാൻ തയ്യാറാക്കുന്ന പോലെ തന്നെ ഗോതമ്പ് മാവും വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് മല്ലിയിലയും പച്ചമുളകും അങ്ങനെയൊക്കെ ഇടാം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ മാവ് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിക്കട്ടെ. ഞാൻ ഒരൊറ്റ ദോശയായിട്ടാണ് ചുടുന്നത്, കുറച്ച് മാവേ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ. ഇനി ഇതൊന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു എഗ്ഗിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. അത് നമ്മുടെ ഗോതമ്പ് ദോശയുടെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമ്മുടെ മുട്ടയുടെ ആ ഒരു വേവാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. വെയിറ്റ് കുറക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഒരു അടിപൊളി ചോയ്സാണ് ഈ ഒരു ദോശ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.